മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും സമരനാടകം അവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നവയാണ്. ബി.ജെ.പി ഭരിക്കുന്ന യു.പിയിലും കോൺഗ്രസിന്റെ കർണാടകയിലും ഭരണകൂട വീഴ്ചയുടെ ഇരകളായി അനവധി പേർ മരിച്ചു വീണിട്ടും മൗനം പൂണ്ടവരാണ് കേരളത്തിന്റെ ആരോഗ്യമേഖലയെ ഇടിച്ചു താഴ്ത്തുന്നതിന് ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നത്. തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ മന്ത്രി വീണ ജോർജിനെ പ്രതിക്കൂട്ടിലാക്കാനും മന്ത്രിയെ രാജിവെപ്പിക്കാനും കോൺഗ്രസും ബി.ജെ.പിയും ചേർന്ന് സമരനാടകത്തിനിറങ്ങുമ്പോൾ കാലാകാലങ്ങളായി ഈ കൂട്ടർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് കൂടി തുറന്നു കാട്ടേണ്ടതുണ്ട്. 2017 ഓഗസ്റ്റിലാണ് ബി.ജെ.പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഓക്സിജൻ ലഭിക്കാതെ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം പിടഞ്ഞു വീഴുന്ന ദാരുണ സംഭവം നടന്നത്. യോഗിയുടെ സ്വന്തം മണ്ഡലമായ ഗോരഖ്പൂരിലെ മെഡിക്കൽ കോളേജിൽ നടന്ന ഈ സംഭവത്തിന്റെ കാരണം അധികൃതരുടെ അനാസ്ഥയാണെന്ന് അന്നേ വ്യക്തമായിരുന്നു. ഓക്സിജൻ അപര്യാപ്തത പരിഹരിക്കണമെന്ന് പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും നടപടി കൈക്കൊണ്ടില്ലെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച് ഖഫീൽ ഖാൻ എന്ന ഡോക്ടർ രംഗത്ത് വരിക വരെ ചെയ്തു. സ്വന്തം മണ്ഡലമായിരുന്നിട്ട് കൂടി യോഗിയോ മറ്റ് ബി.ജെ.പി മന്ത്രിമാരോ രാജിവെക്കാനോ ഏതെങ്കിലും നടപടി കൈക്കൊള്ളാനോ തയ്യാറായില്ല. പകരം ആശുപത്രിയിൽ നടന്ന അനാസ്ഥയ്ക്കെതിരെ തുറന്നു പറഞ്ഞ ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും കുടുംബത്തെ ക്രൂരമായി വേട്ടയാടുകയും ചെയ്തു യോഗിയുടെ അണികൾ. 2025 ജനുവരിയിൽ യോഗി സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ച് നടത്തിയ കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് മാത്രം മരണമടഞ്ഞത് 82 പേരാണ്. മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ യോഗി സർക്കാർ പൂർണ്ണ പരാജയമായെന്നും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള നടപടികളിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും അടക്കം അനവധി ആരോപണങ്ങൾ ബി.ജെ.പി സർക്കാരിനെതിരെ ഉയർന്നു വന്നു. എന്നാൽ യോഗിയുടെയോ മറ്റു മന്ത്രിമാരുടെയോ രാജി അവിടെയും ഉണ്ടായില്ല. 2025 ജൂണിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഒരു തയ്യാറെടുപ്പുകളുമില്ലാതെ നടത്തപ്പെട്ട IPL വിജയാഘോഷത്തിൽ പൊലിഞ്ഞത് 11 ജീവനുകളാണ്. പോലീസിനും സർക്കാരിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നു വന്നു. വിപുലമായ സുരക്ഷാ ക്രമീകരണത്തിന് സമയമില്ലെന്ന് സർക്കാരിനെ പോലീസ് അറിയിച്ചിരുന്നെന്നും സർക്കാർ നടപടികളൊന്നും കൈക്കൊണ്ടില്ലെന്നും ആക്ഷേപമുണ്ടായിരുന്നു. വിഷയത്തിൽ മൗനം തുടർന്ന കോൺഗ്രസ് സർക്കാർ ഒരു ഘട്ടത്തിലും രാജിവെക്കാനോ ആരോപണങ്ങൾക്ക് മറുപടി പറയാനോ തയ്യാറായില്ല. കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും സർക്കാരുകൾ നാളിതുവരെ നടത്തിയ ഭരണവീഴ്ചകളിൽ വ്യവസ്ഥാപിത കൊലപാതകങ്ങളിൽ ചിലത് മാത്രമാണ് ഇവ. ഈ ഘട്ടത്തിലൊന്നും രാജിവെച്ച് പുറത്തു പോകാനോ നടപടി നേരിടാനോ തയ്യാറാവാതിരുന്ന കൂട്ടരാണ് ഇന്ന് വീണ ജോർജിനെ വേട്ടയാടാനും അതുവഴി കേരളത്തിന്റെ ആരോഗ്യമേഖലയെ ഇകഴ്ത്തിക്കാട്ടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.